വ്യാജ ഔലിയാക്കന്മാരെ അവർ കടത്തിക്കൊണ്ടുവന്നു. ഇസ്ലാമിലുള്ള യഥാർത്ഥ ഔലിയാക്കന്മാരെ അവർ പരിഗണിച്ചതേയില്ല. അവർക്ക് അങ്ങനെയുള്ള ഔലിയായിനെ പരിചയമേയില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന ഹദീസിലുള്ള ഔലിയാക്കളുടെ സ്വഭാവങ്ങൾ അവർക്കറിയില്ല. നേരെ മറിച്ച് വ്യാജ ഔലിയാക്കന്മാരെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ദാടിയും തലപ്പാവുമുള്ള, അതല്ലെങ്കിൽ ദാടിയുണ്ട് തലപ്പാവില്ല, വസ്ത്രമൊടുത്തിട്ടില്ല, ഏതെങ്കിലും ഒരു കടയുടെ മൂലയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോ കുത്തിയിരിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ടുപോയി കബറടക്കിയിട്ട് അത് ജാറമാക്കി കെട്ടിപ്പൊക്കിയിട്ട് അവിടെ നേർച്ചയും ഉറൂസും വഴിപാടും നടത്തി ഉപജീവനം നടത്താൻ ഒരിക്കലും പ്രവാചകനോ പ്രവാചകന്റെ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയം സ്വീകരിച്ചുകൊണ്ട് ആ സമ്പ്രദായങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് ഷിയാക്കളെ അനുകരിച്ചുകൊണ്ടാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ഭാഗമായിട്ടാണല്ലോ നാം കണ്ടത് ഓച്ചിറയിലെ ദാമോദരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പോലും കൊണ്ടുവന്നിട്ട് കബറടക്കിയത്. ഓച്ചിറയിലെ ദാമോദരൻ എന്ന പേരുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് കബറടക്കി. എവിടെ? ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ജുമയില്ലാത്ത, ജുമാ നിർവഹിക്കാത്ത, അതിന്റെ പരിസരത്തൊന്നും വേറൊരു കബറും അടക്കം ചെയ്യപ്പെടാത്തൊരവസ്ഥയിൽ തന്നെ ഹൈവേയുടെ സൈഡിലുള്ള ഒരു നമസ്കാര പള്ളിക്ക് മുന്നിൽ ഈ പറയുന്ന ഓച്ചിറ ബാബ എന്ന പേരിൽ പിൽക്കാലഘട്ടത്തിൽ പ്രസിദ്ധം ചെയ്യപ്പെട്ട ദാമോദരൻ എന്ന പേരുള്ള ഒരു മനുഷ്യനെ കബറടക്കി. കബറടക്കിയതിനു ശേഷം, ആ കബർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിനു ശേഷം ഓച്ചിറയിൽ ജീവിച്ച ദാമോദരൻ എന്ന വലിയായി പരിചയപ്പെടുത്തുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ അയാള് വലിയാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അങ്ങോട്ട് വണ്ടി കയറി 2 മണിക്കൂർ ദാമോദരൻ എന്ന വലിയന്റെ കറാമത്തുകൾ പ്രസംഗിച്ചു. അദ്ദേഹം ദാമോദരൻ എന്ന് പറയുന്ന മനുഷ്യൻ അമുസ്ലിമായ മനുഷ്യൻ, ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങളുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന മനുഷ്യൻ, ജീവിതത്തിൽ കേവലം പിറുപിറുവുമായി കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ, ഓച്ചിറയുടെ ഒരു കടത്തിണ്ടയിൽ നല്ലവണ്ണം വസ്ത്രം പോലും ധരിക്കാതെ കുത്തിയിരുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യൻ മരിക്കുന്നത് വരെ കാത്തിരുന്നിട്ട് മരിച്ചപ്പോൾ എടുത്തുകൊണ്ടുപോയി ഓച്ചിറപ്പള്ളിയുടെ മുന്നിൽ കബറടക്കിയിട്ട് ആ കബറ് വലിയുല്ലാഹി ഓച്ചിറ പാപ്പായുടെ കബറാണെന്ന് പറഞ്ഞ് നേർച്ചയും ഉറൂസും നടത്തുമ്പോ മാന്യ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിയണമെന്നാണ് ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പറയാനുള്ളത്. ഇസ്ലാഹി പ്രസ്ഥാനം അതാണ് പ്രഖ്യാപിച്ചത്. കാരണം എന്താണെന്നറിയോ? ഈ കാര്യങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി അങ്ങ് പറയാൻ തുടങ്ങിയപ്പോ ഈ അടുത്ത സമയത്ത് ആരോ എഴുതിയൊരു പുസ്തകവും കൊണ്ട് ചില സഖാഫിമാർ രംഗത്തിറങ്ങിയിട്ട് പറഞ്ഞു, ദാമോദരനല്ല, അത് റാവുത്തറാണ് കേട്ടോ എന്ന്. ആര്? ഈ ഷെയ്ഖ് റാവുത്തറാണ് എന്നാണ് പറയുന്നത്. ഈ ഷെയ്ഖ് റാവുത്തറാണ്. അതിനാരോ എഴുതിയൊരു പുസ്തകം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആരാ പുസ്തകം എഴുതിയത്? ആരാണ് ആ പുസ്തകം എഴുതിയത്? മറ്റാരുമല്ല, ഈ പറയുന്ന ദാമോദരൻ എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോ, അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ കബറടക്കിയിട്ട് അവിടെ ജാറമുണ്ടാക്കിയിട്ട് അവിടെ വരുമാനം ഉണ്ടാകാൻ തുടങ്ങിയപ്പോ ഇതാരാണ് എന്ന് നാട്ടുകാർ ചോദിച്ചാൽ പറയണല്ലോ. അതിനൊരു മൂല്യാർ തന്നെ എഴുതിയ പുസ്തകം, ഒരു മുസ്ലിയാർ തന്നെ എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ റാവുത്തറാണ്, ദാമോദരനല്ല എന്ന്. അതുമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. 29 35 വയസ്സുള്ള മഹാനവറുകൾ വിവാഹം ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും കല്യാണം കഴിഞ്ഞ ഡേറ്റും സഹോദരിമാരുടെ പേരും ബാപ്പമ്മയുടെ പേരും കുടുംബങ്ങളുടെ പേരും എല്ലാം വ്യക്തമായി രേഖയുള്ള ഒരു മുസ്ലിം, ആ മുസ്ലിം അദ്ദേഹത്തെ സംബന്ധിച്ച് പരിചയമുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ, അദ്ദേഹം കുറെ കാലം ആബിദും ഇബാദത്തിലും മറ്റുമായി ജീവിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് കച്ചവടങ്ങളൊക്കെ വിട്ട് അദ്ദേഹം ഭൗതിക ജീവിതം കൈയൊഴിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട് അങ്ങനെ അദ്ദേഹം പിന്നീട് ഒരു മജ്ദൂബിന്റെ ശൈലിയിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ പരിചയമുള്ളവർ ഒരു മജ്ദൂബായി മനസ്സിലാക്കി. ആ മജ്ദൂബായ വ്യക്തിയാണ് ഓച്ചിറ പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ജീവിച്ച നാട്ടുകാരാണ് അദ്ദേഹത്തിന് മക്ബർ ഉണ്ടാക്കിയത്. അദ്ദേഹം ജീവിച്ച നാട്ടുകാരാണ് അദ്ദേഹത്തിന്റെ മക്ബർ ഉദ്ഘാടനത്തിനു വേണ്ടി കാന്തപുരം ഉസ്താദിനെ ക്ഷണിച്ചത്. അദ്ദേഹം ഒരു സ്വാമിയാണെങ്കിൽ അവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ കൂടി അദ്ദേഹത്തിന്റെ മക്ബർ ഉണ്ടാക്കിയിട്ട് ആലിമീങ്ങളെ ക്ഷണിക്കുകയാണോ ചെയ്യുക? എന്നിട്ട് അദ്ദേഹം കുപ്പസ്വാമി എന്ന് പറഞ്ഞ ഒരു അമുസ്ലിം സഹോദരനാണ് എന്ന് യാതൊരു മടിയും ഇല്ലാതെ ഈ മൗലവി നാദാപുരത്ത്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? ചെങ്കോട്ട, തമിഴ്നാട്ടിൽ. വസ്ത്രം വലുതായിട്ട് ധരിക്കത്തില്ല. പിന്നെ വലിയ തണുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ദിവസവും
തുണിയൊക്കെ ചുറ്റി കൊടുക്കുന്നതും. പിന്നെ ജീവിതത്തിൽ ആദ്യം എങ്ങാണ്ട് ചെറുപ്രായത്തിലെങ്ങാണ്ട് ഉടുത്തിരുന്ന തുണിയാണ് മുൻവശത്ത് കഷ്ണങ്ങളായിട്ട് മുറിച്ചിങ്ങനെ തൂങ്ങി കിടക്കുന്നത്. തോരൻ തൂക്കിയാൽ തോരണം അരെ കെട്ടിയിരുന്ന അരെ ഉടുത്തിരുന്നതാണ്. അത് കീറി 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 കഷ്ണങ്ങളായി എന്നിങ്ങനെ പല കഷ്ണങ്ങളായി മുഷിഞ്ഞിട്ട് അതൊക്കെ നമ്മളിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. മയ്യത്തിൽ നിന്ന് വെട്ടിയെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. കറാമത്തുകളെന്ന് വെച്ചാൽ ഇദ്ദേഹം പിന്നെ ഒന്നും വെളിയിലോട്ട് അറിയിക്കരുത്. അങ്ങനെയാ കറാമത്തുകൾ ഒന്നും. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു പറഞ്ഞു? നീ എന്നെ ഉപ്പാന്ന് വിളിക്കരുത്, ഉപ്പാന്ന് വിളിക്കരുത്, എന്നെ ബാവാണ്ട് വിളിച്ചേക്കണം, ബാവാണ്ട് വിളിച്ചേക്കണം എന്ന് പറഞ്ഞു. അതെന്തോ അർത്ഥത്തിലാണെന്ന് എനിക്ക് അറിയത്തില്ല. ഉപ്പാന്ന് നാട്ടുകാർ വിളിക്കുന്ന പോലെ ഞാനും ഉപ്പാന്ന് വിളിച്ചു. അവരെന്താ ഇദ്ദേഹത്തെ വിളിക്കുക? ആര് ഓച്ചറൂപ്പാന്ന് വിളിക്കും? അല്ല, പിന്നെ മുസ്ലിങ്ങള് എന്താ? മുസ്ലിങ്ങളെ ഓച്ചറൂപ്പാന്ന് വിളിക്കുന്നത്, ഹിന്ദുക്കളും അങ്ങനെ വിളിക്കുന്നത്. പിന്നെ അവർക്ക് അവരൊരു ഇതിട്ട് കുപ്പസ്വാമി, അത് അദ്ദേഹത്തിന് കേട്ടൂല. ഈ നമസ്കാരം, നോമ്പ്, കാര്യമായ ഈ വിഷയങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ നോമ്പ് പിന്നെ അദ്ദേഹം നോമ്പ് പിടിക്കുമായിരിക്കും. പക്ഷെ നമുക്കതിനെ പറ്റി അറിയില്ലെന്ന് വെച്ചാലേ നമ്മൾ ആഹാരം കൊണ്ടുവന്ന് അവിടെ വിൽക്കുന്നതല്ലാതെ അദ്ദേഹം അങ്ങനെ നമ്മൾ വിൽക്കുമ്പോൾ കഴിക്കത്തില്ല. ചിലപ്പോഴേ കഴിക്കും. നമസ്കരിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് ആ രീതി എതിർത്താലും പല ആവർത്തി നമസ്കരിക്കുന്നത് അങ്ങനെ ചുവടിക്ക് നമസ്കരിക്കുന്നുണ്ട്. പക്ഷേ കിബിലായിക്ക് നേരെ അല്ലെന്ന് ചോദിക്കും. വടക്കോട്ടാണെങ്കിൽ വടക്കോട്ട് നിന്ന് നമസ്കരിക്കുക. ഇപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടോട്ട് നിന്ന് നമസ്കരിക്കുക, ഇവിടെ ആണെങ്കിൽ ഇവിടെ ഇരുന്ന് നമസ്കരിക്കുക. ഈ പകലെങ്ങും മറ്റുള്ളവർ കാണുക ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു മലമൂത്ര വിസർജനം എല്ലാം ഇരിക്കുന്നിടത്ത് തന്നെ നമ്മളെടുത്ത് മാറ്റുക. അത് നല്ല ആരോഗ്യത്തെ ഇരിക്കുമ്പോഴും അത് തന്നെ മലമൂത്ര വിസർജനമില്ല. വെള്ളത്തിന്റെ ഒരു പരിപാടിയില്ല. ആഗ്രഹങ്ങളൊന്നുമില്ലേ? ആഗ്രഹങ്ങളുണ്ട്, 31 ആഗ്രഹങ്ങളുണ്ട്. അതെതൊക്കെയാണ് 31 ആഗ്രഹങ്ങൾ? 31 എന്റെ കുട്ടികളെ, എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടിന്റെ പേര് ആയിസാബിയാണ്, രണ്ടാമത്തെ കുട്ടിന്റെ പേര് ഫാത്തിമത്ത് സൂറാബിയാണ്, ബീവിയാണ്. രണ്ടും അവരെ ഒരു സുന്നത്തോട് കൂടെ കല്യാണം കഴിച്ച് അവരും അവരെ പുതിയാപ്പിളയും കൂടി വരുന്ന് കണ്ടത് എനിക്ക് ബിരിയാണി നെയ്ച്ചോറും തിന്ന മട്ടാണ്. കാരണം അദ്ദേഹം മയക്കത്തിലാണ് സദാസമയവും. പിന്നെന്തോ അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ വാക്കുകൾ വരുന്നു, ഇസ്ലാമിന്റെ ജീവിതം വരുന്നു, ഒരിക്കലുമില്ല. എന്നിട്ട് അദ്ദേഹത്തെ ഒരു റൂമിൽ പ്രത്യേകം തളച്ചിട്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ മുരീദന്മാരായി കുറച്ച് ആളുകൾ, എന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ട് നേർച്ചപ്പെട്ടി എല്ലായിടത്തും അതാണല്ലോ, ഒക്കെ നേർച്ചയുടെ പേരിൽ പണം സമ്പാദിക്കുക, അദ്ദേഹത്തിന്റെ പേരിൽ മറ്റുള്ള ആളുകൾ പണം തട്ടുന്ന അവസ്ഥ. ഇങ്ങനെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നേർച്ചപ്പെട്ടി വെച്ച്, സിയാറത്ത് ടൂർ വെച്ച് ഇങ്ങനെ ആളുകളെ കൊണ്ടുപോയി പണം തട്ടുന്ന അവസ്ഥ. ഇസ്ലാമുമായോ ഇസ്ലാമിന്റെ ശരീഅത്തുമായോ യാതൊരു ബന്ധവും അവർക്കില്ല. يا قطب المشرق والمغرب يا قطب السماوات والأرض يا قطب العرش والكرسي واللوح والقلم يا غوث الأعظم يا غوث الأعظم يا غوث الأعظم يا شيخ الأعظم يا شيخ الأعظم يا شيخ الأعظم يا أستاذ الأعظم يا إمام الأعظم يا إمام الدين يا إمام المتقين يا. നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതാ കല്ലിനെ പൂജിക്കുന്നു, കല്ലിനെ തൊട്ടുമുത്തുവിനെ എന്തും ചെയ്യാൻ ആളുകൾ റെഡിയാണ്. മുസ്ലിം സമൂഹം വിദ്യാസമ്പന്നരാണ്,
അവർക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, അവർക്ക് മുമ്പത്തേക്കാൾ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് മരത്തിന്റെ അടിയിൽ വന്ന് ആ മരത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അഭയം തേടുന്നത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ചരിത്രം നമുക്കറിയാം. റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് ആ മരത്തണലിൽ വെച്ച് ബൈഅത്ത് ചെയ്തപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ചില മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത മരമല്ലേ എന്ന് കരുതി മരച്ചുവട്ടിലേക്ക് പോയപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു എന്താ ചെയ്തത്? ആ മരം അതിന്റെ മരടക്കം ഭൂമിനാണ് പിഴുതു മാറ്റി. മരം വെട്ടിയാ പിന്നെ മുളക്കുന്നു കരുതിയിട്ട് മരടക്കാണ് പിഴുതു മാറ്റി. എന്തേ കാരണം? ഇനി അതവിടെ വരരുത്, ബഹുദൈവാരാധന മാറ്റിയതാണ്. ആ ഉമറുൽ ഫാറൂഖിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ് ഈ പറയുന്നത്. സഹാബത്തിനോട് ബന്ധം ഞങ്ങൾക്കാണ്, സഹാബത്തിനെ ബഹുമാനിക്കുന്നവർ പിൻപറ്റുന്ന ഞങ്ങളാണ്, മുജാഹിദുകൾ സഹാബികളെ തള്ളുന്നവരാണ് എന്ന് പറയുന്നവരാണ് ഈ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ. എന്താ കാരണം? ഒക്കെ തന്നെ ആരോടും പ്രാർത്ഥിച്ചോളൂ, എവിടെയും പോയി കുമ്പിട്ടോളൂ, സുജൂദ് ചെയ്തോളൂ, ഇലാഹാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. മോചനം നേടി ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രചാരകരായി സലഫി പ്രസ്ഥാനത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ കുബൂരി പുരോഹിതന്മാർ നടത്തുന്ന പേക്കൂത്തുകൾ